How do you train your brain to be able to think faster when you're being put on the spot? You see, when someone asks you a question and you're not prepared, what happens? മിസ്റ്റർ വിൻ ജാങ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ ഉള്ള ഒരു സ്റ്റേജിലാണെന്ന് വിചാരിക്കുക. നമുക്ക് പ്രിപ്പയർഡ് ആവാത്തൊരു ടോപ്പിക്കിനെ കുറിച്ച് പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ് എങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ ആൻസർ ചെയ്യാം? Hits the panic button, you open a dozen browser tabs in your head trying to scramble for what to say, and as you start verbalizing your thoughts, it causes you to ramble instead of speaking clear points. This can be extremely frustrating and sometimes even embarrassing. How do I know? Because I used to do this. It makes you feel awful. It makes you feel incompetent, and it makes you look like you're not confident. My name's Vin Jiang, and I'm a communication skills teacher. Now I want to പുള്ളി എന്നിട്ട് പറയുന്ന കാര്യങ്ങൾ, നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണ് എങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമുക്ക് പാനിക്ക് വരും, നമുക്ക് ഒരുപാട് വാക്കുകൾ തപ്പിപ്പിടിക്കാൻ നമ്മൾ ശ്രമിക്കും, എന്നിട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പിച്ചും പെയ്യും പറയാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി ആൾക്കാർ നമ്മളെ കാണുന്നത് കോൺഫിഡൻ്റ് അല്ലാത്ത ഒരാളായിട്ട്, കോമ്പീറ്റൻസ്, അതായത് നമുക്ക് കഴിവില്ലാത്ത ഒരാളായിട്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ആൾക്കാർ നമ്മളെ കാണുന്നത്. ഇതാണ് പുള്ളി പറയുന്നത്. ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ വിൻ ജാങ് പഠിപ്പിക്കുന്നത്. നമുക്ക് നോക്കിയാലോ? the exact solution to this common problem, which I shared on stage at my recent public speaking workshop in Sydney. Prepared content, I'm much more confident. If I have to speak off the cuff, a lot less confident. Okay, so this is really important to dissect here. Yeah. Because if someone asks you a question and you're not prepared, then what do you fall back on? Generally rambling. This is where frameworks are important. So when you've got a framework, you fall back on the framework. വിൻ ജാങ് ലൈവായിട്ട് നടത്തിയ ഒരു സെമിനാറിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പുള്ളി കാണിക്കുന്നത്. ഇതിൽ ഒരു പെൺകുട്ടി വിൻ ജാങ്ങിൻ്റെ അടുത്ത് പറയുവാണ്, ഞാൻ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് എങ്കിൽ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കും. പക്ഷേ പ്രിപ്പയർഡ് അല്ലാത്തൊരു ടോപ്പിക്കാണ് എനിക്ക് വരുന്നത് എങ്കിൽ വളരെ അധികം കോൺഫിഡൻസ് എനിക്ക് കുറയും. എന്താണ് അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ വിൻ ജാങ് പറയുവാണ്, നമുക്കൊരു ക്വസ്റ്റ്യൻ ഒരാൾ ചോദിക്കുമ്പോൾ നമുക്ക് അൺപ്രിപ്പയർഡ് ആണ് ആ ടോപ്പിക്കിനെ കുറിച്ച് എങ്കിൽ നമ്മൾ നേരെ നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് റാംബ്ലിംഗ് ആണ്. റാംബ്ലിംഗ് എന്ന് പറയുന്നത് ലെങ്തി ആയിട്ടുള്ള, വളരെ നീണ്ടു നിൽക്കുന്ന, കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന, അതായത് പിച്ചും പെയ്യും പറയുക എന്നുള്ളതാണ്. ഒരുപാട് നീണ്ടു നിന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നമുക്ക് ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സംസാരിക്കുന്നതിനെയാണ് റാംബ്ലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയായിരിക്കും നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് വിൻ ജാങ് പറയുന്നത് ഫ്രെയിം വർക്ക് യൂസ് വരുന്നത്. ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. മലയാളത്തിൽ പറഞ്ഞാൽ അടിസ്ഥാന രേഖ, രൂപരേഖ. ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു അടിസ്ഥാനമായിട്ടുള്ള രൂപരേഖയാണ് ഫ്രെയിം വർക്ക്. അപ്പോൾ ഫ്രെയിം വർക്കിൽ കൂടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? എന്ത് പറയണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ടോപ്പിക്കിനെ നമ്മൾ പ്രിപ്പയർഡ് അല്ല എങ്കിൽ കൂടി എന്ത് പറയണം എന്നൊരു ഐഡിയ നമുക്ക് കിട്ടിയാൽ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം. I'm going to share with you a very simple framework. This is one I still use and I'm using it in this Q&A right now. 3, 2, 1. I love this framework. It's fantastic. It's the most brilliant thing. I use this for social media content. I use this to do Q&A. I use this when I have very little time to prep. 3, 2, 1 means what? It means 3 steps, 2 types, and... അപ്പോൾ വിൻ ജാങ് ആണെങ്കിൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് 3-2-1 ഫ്രെയിം വർക്ക്. അപ്പോൾ ഇത് പുള്ളി സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ Q&A, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്യാൻ, അവിടെയും പുള്ളി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ 3-2-1 ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ? 3 സ്റ്റെപ്സാണ്. ഏത് ടോപ്പിക്കിനെ കുറിച്ചിട്ടും ഉള്ള 3 സ്റ്റെപ്സാണ്. പിന്നെ 2 ടൈപ്പുകളാണ്. ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള 2 ടൈപ്പാണ്. ആൻഡ് ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള മെയിൻ 1 തിങ്. ഇതാണ് 3-2-1 ഫ്രെയിം വർക്ക്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ പെൺകുട്ടിയെ കൊണ്ട് എങ്ങനെയാണ് വിൻ ജാങ് ഈ ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് പറയാൻ നോക്കുന്നത് നമുക്ക് നോക്കാം. Travel. 3, 2... The one thing about travel is it's magnificent. Boom. You can Good. go anywhere you want. Perfect. Love it. Round of applause, please. Thank you. Next. Straight away, into the mic. Next one. 2 types. 2 types of travel is you can travel regionally and you can travel internationally via a plane. Round of applause again. That was fantastic. അപ്പോൾ ഈ കുട്ടിക്ക് കിട്ടിയ ടോപ്പിക് എന്ന് പറയുന്നത് ട്രാവലാണ്, യാത്ര. പുള്ളിക്കാരി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? യാത്ര എന്ന് പറയുന്നത് ഒരു മനോഹരമായ അനുഭവമാണ്, ഒരു കാര്യം. അടുത്തത് 2 ടൈപ്പിനെ കുറിച്ചാണ് പുള്ളിക്കാരി പറയുന്നത്. യാത്ര നമുക്ക് ഒരു രാജ്യത്തിൻ്റെ അകത്തും നടത്താം, രാജ്യത്തിന് പുറത്തും നടത്താം. Again, 3 steps to travel. 3 steps to travel is plan it, book it, go. Big round of applause. അടുത്ത എന്താണ്? 3 സ്റ്റെപ്പുകളാണ്. യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം, പിന്നെ ബുക്കിംഗ് ചെയ്യണം, പിന്നെ നമ്മൾ പോകണം. വളരെ എളുപ്പമായിട്ട് പുള്ളിക്കാരി
ഒരു പുതിയ ടോപ്പിക്ക് കിട്ടിയപ്പോൾ പെട്ടെന്നൊരു ടോപ്പിക്ക് കിട്ടിയപ്പോൾ പുള്ളിക്കാരിക്ക് പറയാൻ പറ്റി. അപ്പോൾ ഈ ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ കൂടുതൽ പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോസും നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.